മലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അങ്ങനെ നമ്മൾ ഖത്തറിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് മുതൽ ആദ്യത്തെ വീഡിയോ വന്നു തുടങ്ങുന്നതാണ്. ഖത്തറിലോട്ട് ബഹ്റൈനിൽ നിന്നും എങ്ങനെ ബൈറോഡ് പോകാമെന്നുള്ളതും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കരുതണം എന്നുള്ളതും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയൊരു വീഡിയോ ആണിത്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ യാത്ര ഒറ്റയ്ക്കല്ല, എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായ സാവിയോ, മിഥുൻ, രൂപേഷ്, വിജീഷ്, ഞങ്ങൾ 5 പേരാണ് പോകുന്നത്. നമ്മളങ്ങനെ കിങ് ഫഹദ് കോസ്വേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുറച്ച് മുന്നിലായിട്ടാണ് ബഹ്റൈൻ സൗദി ബോർഡർ വരുന്നത്. നമുക്കറിയാം 2.5 BD നമ്മൾ ബ്രിഡ്ജിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കിങ് ഫഹദ് കോസ്വേയിലോട്ട് നമ്മൾ എൻ്റർ ആകുന്നത്. സൗദിയിലോട്ട് എങ്ങനെ കടക്കാം ബൈ റോഡ് എന്നുള്ളതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിലായിട്ട് ഞാൻ അത് പറയുന്നില്ല. നമ്മുടെ സ്പോട്ട് എന്നുള്ളത് ഖത്തർ ബോർഡർ എങ്ങനെ കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻ ആയിരിക്കും ഞാൻ ഡീറ്റെയിലായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് സൗദി ബോർഡർ കടക്കുന്ന എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണുക. നമ്മൾ ഖത്തറിലേക്ക് ബൈ റോഡ് പോകുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് വേണ്ടത് സൗദി വിസ, ഖത്തർ വിസ. കാര്യം സൗദി വിസ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സൗദി വഴിയാണ് പോകുന്നത്. സൗദിക്ക് അകത്ത് എൻ്റർ ആയിട്ടാണ് നമ്മൾ ഖത്തറിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സൗദി വിസ ഉണ്ടാവണം. സൗദി വിസയ്ക്ക് നമുക്ക് പ്രൈസ് വരുന്നത് 40 BD ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കുമാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ വിസ കിട്ടും. അതേസമയത്ത് നമ്മൾ ഏജൻസി മുഖാന്തരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഫീസ് ഇവിടെ ആഡ് ചെയ്തിട്ട് 45 BD ഒക്കെയാണ് സൗദി വിസയ്ക്ക് വേണ്ടി വരുന്ന കോസ്റ്റ്. ഖത്തർ വിസ ഇന്ത്യക്കാർക്ക് തികച്ചും സൗജന്യമാണ്. ഹയ്യ എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴി നമുക്ക് ഖത്തർ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. ഖത്തർ വിസ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹോട്ടൽ ബുക്കിംഗ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലേ വിസ പാസ്സാവുകയുള്ളൂ. അത് നമുക്ക് booking.com ഒക്കെ പോയിട്ട് നമുക്കൊരു ഡമ്മി ഹോട്ടൽ ബുക്കിംഗ് ചെയ്തിട്ട് ആ ഡോക്യുമെൻറ്റ് PDF നമുക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇൻഷുറൻസ് നമുക്ക് എടുക്കാം. അത് 50 ഖത്തർ റിയാലാണ് വരുന്നത്. നമ്മൾ കാർഡ് മുഖാന്തരം ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5.2 5.3 BD ഒക്കെയാണ് അതിന് വേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ സൗദി കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ കസ്റ്റംസിൻ്റെയും അവിടെയൊക്കെയുള്ള ബോർഡർ ഭാഗത്തുള്ള വീഡിയോസൊന്നും ഇടാത്തത് ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളത് കൊണ്ടും പിന്നെ ഈ വീഡിയോ അത്ര ഞാൻ ലെങ്തി ആക്കണ്ട എന്നുള്ളത് കൊണ്ടിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ലിങ്ക്. പിന്നെ വെഹിക്കിൾ ഇൻഷുറൻസ് നമ്മൾ കമ്പൽസറി ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മുടെ കിങ് ഫഹദ് കോസ്വേയിലെ ആ ബോർഡിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. GCC ഇൻഷുറൻസ് എടുക്കുന്നതാണ് ബെറ്റർ. അതാകുമ്പോഴത്തേക്ക് GCCയിലെ എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തിട്ട് പോകുന്നതാണ്. നമുക്ക് 10 BD ആണ് അതിന് വേണ്ടി വരുന്ന കോസ്റ്റ്. ഖത്തറിനുള്ളിലോട്ട് കിടക്കുക കുറച്ച് പാടാണ്, കുറച്ച് ടാസ്ക്കാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഖത്തർ വിസ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന് വാലിഡിറ്റി 3 മാസത്തേക്കേ ഉള്ളൂ. 3 മാസത്തിനകത്ത് നമ്മൾ എന്തായാലും യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 30 days വരെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. വൺസ് നമ്മൾ പോയിട്ട് വന്നിട്ട് വീണ്ടും പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. നമ്മൾ വിസയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്യുക, ഓൺലൈൻ ത്രൂ നമുക്ക് വിസ കിട്ടും. പിന്നെ അപ്പോൾ തന്നെ നമുക്ക് വീണ്ടും പോകാവുന്നേ ഉള്ളൂ. ഗൈസ്, ദൂരത്തോടൊരു ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം അല്ലേ. വേറെ കൊണ്ടല്ല, ഇത് നമുക്ക് റെയറായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്കത് എക്സ്പ്ലോർ ചെയ്യണ്ട. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. 2 സൈഡും മരുഭൂമിയാണ്. മരുഭൂമിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊക്കെ പച്ചപ്പൊക്കെ കാണാൻ കഴിയുന്നതാണ്. റോഡ് മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് മറ്റ് ട്രാക്കുകൾ പണി നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രാക്ക് ഇപ്പോൾ ഒറ്റ ട്രാക്കിലോട്ട് മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ 150-160 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറയിൽ ഫൈൻ വരികയാണെന്നുണ്ടെങ്കിലും ബഹ്റൈൻ രജിസ്ട്രേഷൻ വണ്ടി ആയതിനാൽ ബഹ്റൈൻ എത്തില്ല എന്ന ധൈര്യത്തിലാണ് ഈ സ്പീഡിലൊക്കെ ഞങ്ങൾ പോകുന്നത് ഗൈസ്. അതോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗൈസ് നമുക്കിനി ഒരു 260 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്രോക്സിമേറ്റ്ലി 3 hours ഉണ്ട്. അതായത് 2 മണിക്കൂർ 54 മിനിറ്റാണ് ഗൂഗിൾ മാപ്പിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നോക്കൂ, സൈഡിലായിട്ട് ഒത്തിരി ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് മേഞ്ഞ് നടക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് സുഖകരമല്ലാത്തൊരു കാഴ്ചയാണ്. ആക്സിഡൻറ്റാണോ ടയർ പൊട്ടിയിട്ടാണോ എന്നറിയില്ല. പുറത്ത് ഭയങ്കര ചൂടുണ്ട്. എന്തായാലും ആ ഡ്രൈവറിൻ്റെ കാര്യം ഇച്ചിരി കഷ്ടമായിപ്പോയി. സഹായിക്കാനുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എത്തിയാൽ മതിയായിരുന്നു. നമ്മൾ ഏകദേശം സൗദി ഖത്തർ ബോർഡർ എത്താറായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. മനാമയിൽ നിന്നും 367 കിലോമീറ്ററാണ് ഖത്തറിലേക്കുള്ള ദൂരം. ഗൂഗിൾ മാപ്പിൽ 4.25 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരും എന്നൊക്കെ കാണിക്കുകയാണെങ്കിലും ആക്ച്വലി നമ്മൾ 2 രാജ്യത്തിൻ്റെ ബോർഡർ കടത്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ കസ്റ്റംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബോർഡറിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഒരു 5 മണിക്കൂർ എടുക്കും അവിടെ ഖത്തറിൽ എത്തിച്ചേരാനായിട്ട് മനാമയിൽ നിന്നും. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ സാൽവ പോർട്ടിലെത്തിയിരിക്കുകയാണ്. ഏകദേശം ഖത്തർ സൗദി ബോർഡർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒരു പുതിയൊരു രാജ്യത്തൂടെ നമ്മൾ കാല് വെക്കാൻ പോവുകയാണ് ഗായ്സ്. ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, സൗദിയിലെ പോലെ തന്നെ ഖത്തറും റൂൾസ് റെഗുലേഷൻസൊക്കെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. സോ ബി കെയർഫുൾ. നമ്മളങ്ങനെ സൗദി ഖത്തർ ബോർഡിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ആദ്യമായിട്ട് കാണുന്ന സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. പക്ഷേ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തായിട്ടൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് മുന്നോട്ട് പോയാൽ മാത്രം മതി. അടുത്തത് കസ്റ്റംസാണ്. കസ്റ്റംസിലാണെന്നുണ്ടെങ്കിൽ 10 ലൈനുകളുണ്ട്. നമ്മൾ ഗ്രീൻ ലൈറ്റ്, റെഡ് ലൈറ്റ് ഉണ്ട്. ഗ്രീൻ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പണാണ്. അപ്പോൾ ആ ലൈറ്റ് നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ലൈനിൽ കയറുക. അവിടെ നമുക്ക് കസ്റ്റംസിൻ്റെ സ്ലിപ്പ് കിട്ടുന്നതായിരിക്കും, അത് വാങ്ങുക. അടുത്തത് ബാഗേജ് ഇൻസ്പെക്ഷനാണ്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നെക്സ്റ്റ് പാസ്പോർട്ട്സാണ്. നമ്മുടെ പാസ്പോർട്ടുകൾ അവിടെ കാണിക്കുക, അവർ സ്കാൻ ചെയ്യും. നമ്മുടെ പേരിൽ എന്തെങ്കിലും ഒഫൻസ് ഇല്ലാത്ത പക്ഷം നമ്മൾ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നതാണ് അവർ. ശരിക്കും ഇവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. എന്നിരുന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് റിസ്ക് എടുക്കുന്നത്. വിസയും മറ്റ് ഇൻഷുറൻസ് അതൊക്കെയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിലും PDF ഫയലായിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഹാർഡ് കോപ്പിയായിട്ട് കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പാസ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും 5 പേരുണ്ടായിരുന്നല്ലോ നമ്മൾ. ഈ 5 പേർക്ക് പിന്നെ 5 സെപ്പറേറ്റ് നമ്മുടെ പേര് എഴുതിയ ഒരു സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത കൗണ്ടറിൽ കൊടുക്കേണ്ടതാണ്. ഇനി അടുത്ത ഓഡിറ്റാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ കിട്ടിയ സ്ലിപ്പുകൾ കൊടുക്കേണ്ടത്. കസ്റ്റംസിന് കിട്ടിയ സ്ലിപ്പല്ല ഇത്, നമ്മുടെ പേരിൽ നമുക്ക് കിട്ടിയ സ്ലിപ്പ്. 5 സ്ലിപ്പ് കിട്ടിയില്ല 5 പേർക്ക്, അതിവിടെ കൊടുക്കണം. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ചെക്ക് പോയിന്റിൽ എത്താൻ പോകുന്നത് ഖത്തറിൻ്റെ. ഇവിടെയൊക്കെ നമ്മൾ ഓവർ സ്പീഡ് പാടില്ല. നമ്മൾ മാക്സിമം സ്പീഡ് കുറച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ ഏരിയയൊക്കെ കംപ്ലീറ്റ്ലി CCTV സറൗണ്ടിങ്സിൻ്റെ അണ്ടറിലാണ്. അങ്ങനെ നമ്മൾ ഖത്തറിൻ്റെ ഫ്ലാഗ് കണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര ട്രാഫിക്കൊന്നുമില്ല. ആക്ച്വലി ഹോളിഡേ ആണ്, അപ്പോൾ കുറച്ച് ട്രാഫിക് കൂടുതൽ പ്രതീക്ഷയായിരുന്നു. അതും കാണുന്നില്ല. എന്തായാലും നന്നായി. അങ്ങനെ നമ്മൾ വളരെ പ്രധാനമായ ഖത്തർ ഇമിഗ്രേഷൻ്റെ ഭാഗത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ 3 ഭാഗമായിട്ട് തരംതിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഫാമിലീസ്, GCC കൺട്രീസ്, പിന്നെ അതർ നാഷണാലിറ്റീസ്. GCC കൺട്രീസിന് ഉദ്ദേശിക്കുന്നത് GCC സിറ്റിസൺസിനാണ്. നമ്മൾ GCC റെസിഡൻ്റാണ്. അപ്പോൾ നമ്മൾ അതർ നാഷണാലിറ്റീസിലാണ് നമുക്ക് പോകേണ്ടത്. ഫാമിലീസിനൊക്കെ പ്രത്യേക ഒരു കൺസിഡറേഷനൊക്കെ കിട്ടും. അധികം ക്യൂവിലൊന്നും നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് പോകുന്നത് ബയോമെട്രിക്സ് ഓഫീസിലാണ് പോകേണ്ടത്. അവിടെ പോയി നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ശരിക്കും ഇതിനകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ ആരും കാണാതെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ്. എനിവേ നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പോകേണ്ടത് കസ്റ്റംസിലാണ്.
നമുക്കിതിന് മുന്നേ കിട്ടിയ കസ്റ്റംസിൽ നിന്ന് കിട്ടിയ ഒരു സ്ലിപ്പ് കയ്യിലുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഇവിടുത്തെ കസ്റ്റംസ് ഓഫീസിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് വെഹിക്കിൾ ഇൻസ്പെക്ഷനാണ്. ആക്ച്വലി ഞങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ എല്ലാ വണ്ടികളൊന്നും ഇവിടെ പറഞ്ഞു വിടുന്നില്ല. എനിക്ക് തോന്നുന്നു 5 ബാച്ചിലേഴ്സ് ആയതുകൊണ്ടായിരിക്കണം അവർ നമ്മുടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വെഹിക്കിൾ ഇൻസ്പെക്ഷനിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. വെഹിക്കിൾ ഇൻസ്പെക്ഷന് ഡ്രൈവർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും വേറൊരു റൂമുണ്ട് സെപ്പറേറ്റ്, അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇൻസ്പെക്ഷൻ കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളെ ഇൻഫോം ചെയ്യും. അങ്ങനെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു, യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ എയർപോർട്ടൊക്കെ കാണാറുള്ള ഈ സ്കാൻ ചെയ്ത മെഷീൻ ഉണ്ടല്ലോ, അത് കസ്റ്റംസിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി അവിടെ പോലീസുകളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അത് മാത്രമേ മിസ്സാക്കിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഫൈനൽ ചെക്ക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ ബോർഡ് കിടക്കാനായിട്ട്, ഖത്തർ ബോർഡ് കിടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പുതിയൊരു രാജ്യമായ ഖത്തറിലേക്ക് കൂടെ കടന്നിരിക്കുകയാണ്. ഒരു ബോർഡ് ഇരിപ്പുണ്ട്, വെൽക്കം ടു സ്റ്റേറ്റ് ഓഫ് ഖത്തർ. സോ ഈ ബോർഡ് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റുമാണ്. ഇനി അങ്ങോട്ട് ഖത്തറിലെ ഫുൾ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് 90 കിലോമീറ്റേഴ്സാണുള്ളത്. നമുക്ക് പോകേണ്ടത് അവിടെ തന്നെയാണ്. നമ്മളെന്തായാലും 2-3 ദിവസം ഖത്തറിലുണ്ട്. മാക്സിമം നിങ്ങൾക്ക് ഖത്തറിലെ കാഴ്ചകൾ കാണിച്ചാൽ ശ്രമിക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും നമ്മൾ കാണിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ ബെൽ ബട്ടണും അടിച്ച് പൊട്ടിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവർക്കും ബൈ.